ക്ഷീരവാണി ക്ഷീരകർഷകർക്കായി റേഡിയോ മാറ്റുലി ഒരുക്കുന്ന പ്രത്യേക പരിപാടി ക്ഷീരവാണി. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്ഷീരവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയെ തുടർന്ന് കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലായപ്പോൾ പതറിപ്പോകാതെ പുതിയൊരു വഴി വെട്ടിത്തുറന്ന ഒരു ക്ഷീരകർഷകന്റെ കഥയാണിത്. പുൽപ്പള്ളി കല്ലുവയലിൽ 30 പശുക്കളുമായി തന്റെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തുകയാണ് ഇപ്പോൾ ഗോപിനാഥ്. ഉപജീവനമാർഗമായ കാർഷിക വൃത്തി കോവിഡിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ക്ഷീരമേഖലയെ ചേർത്തുപിടിച്ച് അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്ന് വിജയവഴിയിലാണ്. സ്വന്തം കുടുംബത്തെ തന്നെ കരുത്താക്കി മാറ്റി ഒരു നാടിന് മാതൃകയാവുകയാണ് ഈ ക്ഷീരകർഷകൻ. ക്ഷീരവാണിയിൽ ഇന്ന് പുൽപ്പള്ളി കല്ലുവയൽ സ്വദേശി ഗോപിനാഥിനെ പരിചയപ്പെടാം. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയുടെ ക്ഷീരവാണി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എന്റെ പേര് ഗോപിനാഥ്. ഞാൻ പുൽപ്പള്ളി പഞ്ചായത്ത് കല്ലുവയൽ എന്ന സ്ഥലത്ത് താമസിക്കും. എത്ര നാളായി ഈ ഒരു ക്ഷീരമേഖലയിലേക്ക് ചേട്ടനെത്തി? ഏകദേശം എന്റെ ചെറുപ്രായത്തിൽ തൊട്ട് അച്ഛൻ ഈ ക്ഷീരമേഖലയിൽ തുടർന്നുകൊണ്ടിരുന്നു. അത് ഏകദേശം ചെറിയ പശുക്കളിൽ 1-2 പശുക്കളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാനൊരു 8 വർഷമായി ആ പശുക്കളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അതൊരു ഫാമായിട്ട്, അതായത് ഒരു 30-ൽ-അധികം പശുക്കളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് ഞാൻ പോകുന്നു. അച്ഛന് പശു വളർത്തലുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ അതോ പഠനത്തിനൊക്കെ ശേഷമാണോ ഇതിലേക്ക് ഇറങ്ങിയത്? അല്ല, അച്ഛന് പശു വളർത്തലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അച്ഛൻ ഈ കൃഷിയെ ഭയങ്കര സ്നേഹിക്കുകയായിരുന്നു. എൻ്റെ അച്ഛനൊരു കൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരാൾ, അവാർഡ് വരെ നേടിയൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ കാർഷിക മേഖലയിലേക്ക് ആവശ്യമുള്ള വളം എങ്ങനെ കണ്ടെത്തുമെന്നതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അങ്ങനെയാണ് ക്ഷീരമേഖല അച്ഛൻ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ചേട്ടൻ എപ്പോഴാണ് തുടങ്ങിയത് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? എൻ്റെ വിദ്യാഭ്യാസം ഏകദേശം ഡിഗ്രിയോടുകൂടി അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൃഷി മേഖല തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ കൃഷി മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കർണാടകത്തിലേക്ക് പോയി ഇഞ്ചി കൃഷിയൊക്കെ ചെയ്തു വന്നു. നമുക്കറിയാം, നമ്മൾ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കൃഷികളൊക്കെ കർണാടകത്തിലൊക്കെ പരാജയമായി, ക്വാറന്റൈനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ഏത് രീതിയിൽ കൃഷിയിലേക്ക് പോകണമെന്നൊരു ചിന്താഗതിയിലേക്ക് വന്നപ്പോഴാണ് ഈ പശുമേഖല ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നതിന് ചിന്തിക്കുകയും അങ്ങനെ പശുവിൻ്റെ എണ്ണം കൂട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ എത്ര പശുക്കളുണ്ട്? അത് ഫാമായിട്ട് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ഞാൻ ഒരു 30 പശുക്കൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു 5 കിടാരികളും. അത് ഏകദേശം അത് ഒരു ഫാമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പശുക്കളുടെ എണ്ണത്തിൽ നിന്ന് വർധനവുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്നാൽ ആദ്യം 2-3 പശുക്കൾ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ ചാണകം അല്ലെങ്കിൽ അത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള പാലുകൾ മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് ലഭിക്കുകയും അത് സൊസൈറ്റിയിൽ അളക്കുകയും ചെയ്തത്. ഇപ്പോൾ അതെല്ലാം മാറി. നമുക്കറിയാം, ഏതൊരു മേഖലയിലാണെങ്കിലും അതിലേറ്റവും കൂടുതൽ ആയിട്ട് അതിനെ സ്നേഹിക്കുകയും അതിൻ്റെ പ്രവർത്തികൾ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. ഞാനൊരു 15 പശുക്കളെ ഞാനും എൻ്റെ ഭാര്യയും തന്നെ നോക്കി അതിന് പുല്ല് വെട്ടി കറന്ന് നമ്മൾ സൊസൈറ്റിയിൽ പാലളക്കുകയും അതിന് ഒരു മാസം നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് എണ്ണങ്ങൾ കൂട്ടുകയും അതിന് അസംസ്കൃത വസ്തുക്കൾ നമ്മൾ എവിടെ നിന്നെല്ലാം കണ്ടെത്താൻ കഴിയും, എങ്ങനെ അത് വില കുറച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠനം നടത്തുകയും അങ്ങനെയാണ് ഞങ്ങൾ ഒരു 30 പശുവിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അതിനെ നോക്കുന്നതിനൊരു ഫാമിലി, ഒരു നേപ്പാൾ ഫാമിലിയെ സെറ്റ് ചെയ്യുകയും അപ്പം ഞങ്ങളുടെ അധ്വാനം കുറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുകയും അതിൻ്റെ പ്രവൃത്തികളിലേക്ക് ചെല്ലുകയും നമുക്കതിന് വരുമാനം കൂടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ പാൽ ഇപ്പോൾ 30 പശുക്കളുണ്ട് എന്ന് പറഞ്ഞു. പാൽ വിപണനം എങ്ങനെയാണ്? സൊസൈറ്റിയിൽ നേരിട്ട് നൽകുകയാണോ അതോ ഇപ്പോൾ എല്ലാ ക്ഷീരകർഷകരും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി കടക്കുന്നുണ്ടല്ലോ? അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഗോപിനാഥൻ ചേട്ടൻ എത്തിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ പാല് നമ്മൾ കൊടുക്കുന്നത് പുൽപ്പള്ളി എന്നൊരു സൊസൈറ്റിയിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നമുക്ക് ആദ്യം അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പാല് കൊടുക്കുമ്പോൾ നമുക്ക് അതിനൊരു നിശ്ചിത വില അവർ നൽകുകയും അതിന് പാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിലയ്ക്ക് വ്യതിയാനങ്ങൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാലുകൾ കൊടുത്തുകൊണ്ടിരുമ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ നെയ്യൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ നല്ല വിലയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഈ പാലിൻ്റെ അളവ് കൂടുന്നതിന്, അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടിലേക്ക് വരികയും നമ്മൾ പാൽ സൊസൈറ്റിയിൽ കൊടുത്ത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പശുക്കളെയൊക്കെയാണ് ഫാമിൽ വളർത്തുന്നത്?
ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന HF ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു 5 ലിറ്റർ മുതൽ 10 ലിറ്റർ പാലുള്ള പശുക്കളെയാണ് എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളതിനൊക്കെ പഠനങ്ങളൊക്കെ നടത്തി അത് ആ മേഖല എങ്ങനെ ലാഭകരമാക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന 30 പശുക്കളോളം അതിനകത്ത് 18 പശുക്കളോളം കറവയിൽ വരുന്നതും ബാക്കിയുള്ള ചെനയിലേക്കുമാണ്. അതിലെല്ലാത്തിലും തന്നെ 20 മുതൽ 35 ലിറ്റർ വരെ പാൽ ലഭിക്കുന്ന പശുക്കളാണ്. അപ്പോൾ HF ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതലും ഉള്ളത്. അതെ, HF ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതൽ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ജേഴ്സി ഇനത്തിൽപ്പെട്ട 5-6 പശുക്കളെയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. കാര്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേഴ്സിയിൽപ്പെട്ട പശുക്കൾ വരുമ്പോഴത്തേക്കും നമ്മുടെ പാലിൻ്റെ കൊഴുപ്പ് വർദ്ധിക്കുകയും നമുക്ക് ദൈനംദിനം വിലകൾ അധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് HF ഇനത്തിൽപ്പെട്ട പശുക്കൾക്ക് ഒരു 40 രൂപയൊക്കെയാണ് ഒരു വില ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളുടെ പാലും കൊണ്ട് അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 44 രൂപ 45 രൂപയൊക്കെ വില ലഭിക്കുന്നു. അതൊരു ആദായകരമായ കാര്യമാണ്. അങ്ങനെയും കൂടെ ചെയ്യുന്നു. പക്ഷേ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്കൊരു മാക്സിമം പോയാൽ 20 ലിറ്റർ വരെ പാല് ലഭിക്കുകയുള്ളൂ. തീറ്റക്രമം എങ്ങനെയാണ്, ഭക്ഷണ രീതികളൊക്കെ ഒന്ന് പറയാമോ പശുക്കളുടെ? ഭക്ഷണ രീതികളിൽ നിന്ന് ആദ്യമൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ നമ്മുടെ പറമ്പിൽ തന്നെ പുല്ലുകൾ വെട്ടിക്കൊടുത്തും തവിടും ഒക്കെ കൊടുത്തായിരുന്നു പശുക്കളെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും അത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതായത് ചോളം, കാലിത്തീറ്റ, പിണ്ണാക്ക്, ചോളപ്പൊടികൾ എന്നിവയൊക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. ഈ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് പാലിൻ്റെ അളവ് കൂടുകയും ഒരു 20 ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് കാലിത്തീറ്റ, അതിനാണ് ഒരു ലിറ്റർ പാലിന് ഇത്ര 700 ഗ്രാം കാലിത്തീറ്റ ആ അളവിൽ കൃത്യമായി നമ്മൾ കൊടുക്കുന്നു. നമുക്കറിയാം, നമ്മൾ ആദ്യകാലങ്ങളിൽ പശു വളർത്തുമ്പോൾ നമ്മൾ ഏത് സമയം പശുക്കൾക്ക് ഇങ്ങനെ തീറ്റകൾ കൊടുക്കുന്നു. ഞാനിപ്പോൾ അനുവർത്തിച്ച് വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാവിലെ ഒരു ഇത്ര കിലോ പുല്ല് അല്ലെ ചോളം കട്ട് ചെയ്ത് ഒരു കൊട്ടയ്ക്കകത്ത് ആക്കി വെക്കും. അതാണ് ഒരു നേരത്തെ ഭക്ഷണം. നമ്മൾക്കറിയാം, നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ പശുക്കളാണെങ്കിലും അതിനും പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അങ്ങനെ എന്താണ് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും കാലിത്തീറ്റ കൊടുത്തതിന് ശേഷം പുല്ല് കൊടുക്കുന്നു. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് കാലിത്തീറ്റ കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് അസിഡിറ്റി, അതായത് അവർക്കുണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങളൊക്കെ ഇതുമായിട്ട് പരിഹരിച്ചു പോകും. ആദ്യം പുല്ല് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുമ്പോൾ അതിന് ശാരീരികമായിട്ടും പാലുൽപാദനമൊക്കെ വർധനവും കിട്ടുന്നുണ്ട്. ഈ തൊഴുത്തിൻ്റെ ശുചിത്വമൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ പ്രത്യേക ശ്രദ്ധ നൽകണമല്ലോ, അതെന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ തൊഴുത്തുകൾ ആദ്യകാലങ്ങളിലൊക്കെ തൊഴുത്ത് നിർമ്മിക്കുന്നത് നമ്മളെങ്ങനെയായിരുന്നു, അടച്ചു പൂട്ടിയിട്ട് തൊഴുത്ത് നിർമ്മാണമായിരുന്നു. ഇപ്പോൾ അതൊക്കെ വ്യത്യസ്ത രീതിയിലേക്ക് പറയും. വായു സഞ്ചാരം നല്ലോണം ഉണ്ടാവണം, ഇല്ലെങ്കിൽ പശുക്കൾക്ക് അകിടിവീക്കങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മൾ പശുക്കളെ പണ്ട് കാലത്തൊക്കെ 1-2 പ്രാവശ്യമാണ് നമ്മൾ ഈ പശുക്കളെ കുളിപ്പിച്ച് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ട് നമ്മളതിനെ രാവിലെ കറക്കുന്നതിന് മുമ്പ് കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ ടവൽ ഉപയോഗിച്ച് അകിടുകൾ തുടച്ച് വൃത്തിയാക്കി നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് ഈ പാൽ എടുക്കുന്നത്. അതായത് 20 ലിറ്റർ കറവയുള്ള ഒരു പശുവിനാണെങ്കിൽ അത് രാവിലത്തേക്ക് ഒരു 12 ലിറ്ററും വൈകുന്നേരം 8 ലിറ്ററും പാലാണ് നമുക്ക് ആ പശു തരുന്നത്. അപ്പോൾ നമ്മളത് മെഷീൻ ഉപയോഗിച്ച് അതിന് മെഷീനിലൂടെയാണ് നമ്മൾ കറന്നെടുക്കുന്നത്. മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവസാനം നമ്മൾ കൈക്കൊന്ന് വലിച്ച് പൂർണ്ണമായിട്ടും പാല് അകിടിൽ നിന്ന് വന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ പശുക്കൾക്ക് അകിടുവീക്കം വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അവയ്ക്കുള്ള ചികിത്സയൊക്കെ ലഭ്യമാകുന്നത്? ഇവിടെ അടുത്ത് മൃഗാശുപത്രിയിൽ നിന്ന് അതിനുള്ള സഹായം ലഭിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്ഷീരമേഖലയിൽ വളരെ പ്രാധാന്യം ലഭിക്കുന്നൊരു പഞ്ചായത്താണ്. നമുക്കറിയാം, നമുക്ക് ആവശ്യമായ മരുന്നുകൾ, എല്ലാ വെറ്റിനറി സംവിധാനങ്ങളെല്ലാം ഫ്രീ ആണ്. നമുക്ക് ഒരു 80% മെഡിസിൻസും നമുക്ക് ക്ഷീരവികസന മേഖലയിലായിട്ടുള്ള ഡയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് നൽകേണ്ട നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ആവശ്യമായ മെഡിസിൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഞാൻ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നത് പശുക്കൾക്ക് വരുന്ന അസുഖങ്ങളാണ്. നമുക്കൊരു ഡോക്ടറുണ്ട്, പ്രേം ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ. ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ സേവനങ്ങൾ ഫോണിൽ കൂടെ പറഞ്ഞു തന്നു തന്നെ നമുക്കൊരു പരിധി വരെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അത് വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവുന്ന ഡോക്ടറാണ്. പുള്ളി നമുക്ക് ഈ മേഖലയിൽ വളരെ സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഫാമിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ക്ഷീരമേഖലയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സർക്കാർ സംവിധാനങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ അസംസ്കൃത വസ്തുക്കൾക്കെല്ലാം വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പാലിന് വില വർദ്ധിക്കുന്നില്ല.
അത് സർക്കാർ സംവിധാനം എന്താണ് അങ്ങനെ കാണുന്നതിനെക്കുറിച്ച് നമുക്കൊരു താല്പര്യമില്ല. ഇപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കൃഷിയാണോ ചെയ്യുന്നത് അതിനെ നമ്മൾ താല്പര്യത്തോട് കാണുകയും അതിന് പഠിച്ചതിന് ശേഷം മാത്രമാണ് കൃഷി രീതികൾ. ഞാൻ പറഞ്ഞുവല്ലോ, എൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പശു വളർത്തൽ, പശു എങ്ങനെയാണ് പാല് കറക്കുന്ന രീതികളൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 50% മെഡിസിൻ ഞാൻ സ്വന്തം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതായത് ഓരോ രോഗങ്ങൾ വരുമ്പോഴും അതിനെന്ത് ചികിത്സ വേണം, എന്തൊക്കെ വേണം, അതിന് ഗുളികകളും മരുന്നുകളെല്ലാം എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവും. അത് അപ്പം നൽകിക്കൊണ്ട് അതിന് അന്നേരം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് രോഗത്തെ നിലനിർത്താൻ കഴിയുന്നുണ്ട്. അപ്പം തന്നെ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖല മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ തലത്തിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടിയാൽ നൽകൂ. പാലിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 രൂപ വിലയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഈ മേഖല പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മേഖലയിൽ സംതൃപ്തനാണ്. കാരണം ഞാൻ ഏകദേശം ഒരു 300 ലിറ്റർ മേലെ പാലിളക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ ഒരു 300ലേക്ക് താഴേക്ക് പോയാൽ ഞാൻ ഏതെങ്കിലും എൻ്റെ ഒരു ഓമന മക്കളെ പല വളർത്തുന്ന വെള്ളത്തിന് പിടിച്ചു കൊടുത്തിട്ട് അതിലും പാലുള്ള വെള്ളത്തിന് കയറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ആ 300 ലിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ മേഖലയിൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു 280 മുതൽ 350 ലിറ്റർ പാലിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടാണ്ട് വരുന്നു. ആ സ്വഭാവത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ടും നമ്മൾ അതങ്ങ് കഷ്ടിച്ചങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷീരമേഖലയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ സർക്കാർ ഒരു 60 രൂപയിലും പാലിന് വില നിശ്ചയിച്ചുകൊണ്ടുള്ള ചാർട്ട് പരിഷ്കരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മിൽമ പോലെയുള്ള സ്ഥാപനങ്ങൾ, ഡയറി പോലുള്ള സ്ഥാപനങ്ങൾ അച്ചടിച്ചിറക്കിയ ചാർട്ട് പ്രകാരമാണ് ഇപ്പോഴും പാലിൻ്റെ വില നിർണ്ണയിക്കുന്നത്. അതുമല്ലൊരു മാറ്റം വരണമെന്നാണ് ക്ഷീരകർഷകൻ എന്നതിൽ എൻ്റെ ഒരു അഭിപ്രായം. അസുഖങ്ങൾ ഇപ്പം നേരത്തെ അകിടുവീക്കത്തെ പറ്റി പറഞ്ഞു, അതല്ലാതെ അസുഖങ്ങൾ പശുക്കൾക്ക് വരാറുണ്ടോ? അപ്പം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അസുഖങ്ങൾ വരാറുണ്ട്. നമുക്കറിയാം, ഒരു പശുവിൻ്റെ പ്രസവവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ടാവാം. പ്രസവിച്ച് കഴിഞ്ഞിട്ട് തീറ്റയെടുക്കാതെ അവസ്ഥ വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ കൊടുക്കേണ്ട മെഡിസിൻ, അതിന് കാൽസ്യം വേണമെങ്കിൽ കാൽസ്യം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടാവണം. അതൊരു ഡോക്ടറെ വിളിച്ച് ആ ഡോക്ടർ വണ്ടിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് ആ ഡോക്ടർ ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. അപ്പോൾ അത് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ പ്രേമ ഡോക്ടർ എന്ന് പറയുന്ന കഴിഞ്ഞ് ഇന്ന മരുന്ന് കൊടുത്തോ ഗോപി എന്ന് പറയുമ്പോൾ ഞങ്ങളത് കൊടുക്കുകയും പശു ഓക്കെ ആവും. ഇല്ലെങ്കിൽ ആ സമയത്തേക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും. നമുക്കൊരു പനി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാരാസെറ്റമോൾ കഴിക്കുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, അർജൻറ്റായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ട് അപ്പോൾ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷം പ്രധാനമായി നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എപ്പോഴെങ്കിലും തോന്നിയോ കൊറോണ കാലത്തിന് ശേഷം കൃഷി ഉപേക്ഷിച്ചാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്, ഈ ഒരു മേഖലയിലേക്ക് വരണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പ്രതിസന്ധികൾ ബാധിച്ചിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ബാധിച്ചിട്ടില്ല. കാരണം അപ്പോൾ ഇത് ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു കാലഘട്ടം വന്നിരുന്നു. പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ വന്നപ്പോൾ ഞങ്ങളൊരു 12 കുടുംബക്കാരുണ്ട് ഈ ഫാം നടത്തുന്ന ആൾക്കാർ. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു ഇതിനെ എങ്ങനെ വീണ്ടും നമുക്ക് കരകയറ്റി കൊണ്ടുവരാമെന്നതിനെക്കുറിച്ച് ചിന്താഗതി വരികയും ഞങ്ങൾ ഒരു റൂമിൽ ഒത്തുകൂടി ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതിനുണ്ടാകുന്ന അസംസ്കൃത വസ്തുക്കളെല്ലാം കമ്പനിയിൽ നിന്ന് ഒരു ഇടനിലക്കാരില്ലാണ്ട് ഞങ്ങൾ സംഭരിക്കുകയും പശുക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ലാഭം കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ചോളം പോലെയുള്ള അസംസ്കൃത വസ്തുക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് നമ്മൾ നേരിട്ട് ഇടനിലക്കാരില്ലാണ്ട് ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ക്ഷീരമേഖലയിൽ തകർച്ചകൾ എവിടെയാണോ ഉള്ളത് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു 12 പേരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിൽ മാസം ഞങ്ങൾ മീറ്റിംഗ് കൂടുന്നു. മീറ്റിംഗ് കൂടിക്കൊണ്ട് ഞങ്ങൾക്ക് അവരിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഞങ്ങൾ ഫാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ അതിനകത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനൊക്കെ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നെടുന്തൂടെന്ന് പറഞ്ഞത് എൻ്റെ ഭാര്യയാണ്. നിങ്ങൾക്കറിയാം, ഒരു 30 പശുക്കളുണ്ടെങ്കിൽ എൻ്റെ ഫാമിൽ വന്നിട്ട് നിങ്ങൾ സന്ദർശിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും 30 പശുക്കളും വെള്ളയും കറുപ്പും നെറ്റിപ്പൊട്ടും ചന്ദനപ്പൊട്ടൊക്കെ ഉള്ളതാണ്. ഇതിന് ഓരോരുത്തർക്കും ഓരോ പേരും അതിന് എത്ര മാസം ചെനയായെന്നും ഇതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന എൻ്റെ ഭാര്യയാണ്. അതിന് കുത്തിവെക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ക്ഷീരമേഖലയിൽ ഒരു 60% ഹെൽപ്പ് ചെയ്യുന്ന ഭാര്യയാണ്. പുള്ളിക്കാരത്തിയാണ് അതിൻ്റെ മേൽനോട്ടങ്ങളെല്ലാം വഹിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃഷി മേഖലയിലും ഞാൻ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ കൃഷി മേഖലയിലേക്കായാലും ക്ഷീരമേഖലയിലേക്കായാലും മറ്റ് ജോലികൾ പോലെ ഓഫീസ് ജോലി പോലെ ഒരു സമയത്തിന് തീർത്ത് നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പം നമുക്ക് കുടുംബത്തോടൊപ്പം ആയിരിക്കേണ്ട സമയങ്ങൾ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള സമയങ്ങളൊക്കെയാണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഭാര്യ എപ്പോഴും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾക്കൊരു 10-15 പശുക്കൾ വരെ ഞാനും എൻ്റെ ഭാര്യയുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പല ഫംഗ്ഷനുകൾക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടായി. രാവിലെ പശു കറക്കുന്നു, ഞാൻ പാൽ കൊടുക്കുന്നു, പിന്നീട് ഞങ്ങളെല്ലാം പുല്ലുവെട്ടാൻ പോകുന്നു. അച്ഛനും അമ്മയും കട്ട സപ്പോർട്ടിന് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് റിലാക്സ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്, ഒരു 25-30 പശുവിലേക്ക് ആക്കിക്കൊണ്ട്, അതായത് നേപ്പാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടി ആരംഭിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഫ്രീ ആണ്. നമ്മൾ ഒരു CCTV ക്യാമറയൊക്കെ വെച്ച് പശുക്കൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ പശുക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കാനുള്ള സംവിധാനം വരെയുണ്ട്. അങ്ങനെ അത് എങ്ങനെയാണോ നമ്മളൊരു യൂട്യൂബിൽ അല്ലെങ്കിൽ നല്ലൊരു ഫാമുകാരനെ കണ്ടു പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അതിന് ഇടയ്ക്കുള്ള അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ മരുന്നുകളും ട്രീറ്റ്മെൻറ്റും ഡോക്ടർമാരും എല്ലാം കയ്യിലുള്ളതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അതിലേറ്റവും ഉപരി കുടുംബം നമ്മളോടൊപ്പം ഒറ്റക്കെട്ടയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ. മക്കൾ 2 മക്കളാണ്. ഒരാൾ BCA കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിയുന്നു, ഒരാൾ BTech സെക്കൻഡ് ഇയർ ആണ്, 2 കുട്ടി. അവർക്കൊക്കെ താല്പര്യമുണ്ടോ ഈ ഒരു മേഖലയിൽ? തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛന് ഒരു മാസം കിട്ടുന്ന വരുമാനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മക്കൾ പഠിച്ചിരിക്കണമല്ലോ. ആ മേഖലയിലൊക്കെ അവർ വിദഗ്ധരാണ്. അവർ ഉള്ള സമയങ്ങളിൽ അവർക്ക് പുല്ലിട്ട് കൊടുക്കാനും ഇവരെ സ്നേഹിക്കാനും ഒക്കെ പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മാസം കൂടുമ്പോഴൊക്കെയാണ് മക്കൾ പഠനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പുതിയ എണ്ണങ്ങൾ വരുമ്പോൾ അച്ഛാ ഇതിന് എത്ര രൂപയായി, ഇതിൻ്റെ വില എന്താണ്, ഇതെന്താണ് നമുക്ക് ലാഭം തരുന്നത്. ആ പൈസ വരുന്നതിൻ്റെ വിലകൾ ആ മക്കൾ മനസ്സിലാക്കി വരുമ്പോഴാണ് അവർക്ക് ആ പൈസേൻ്റെ വില അറിയുകയും കഷ്ടപ്പാട് അറിയുകയൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ പുതുതലമുറയിലുള്ള യുവാക്കൾ ഈ ഒരു മേഖലയിലേക്ക്, കൃഷി മേഖലയിലേക്കാണെങ്കിലും ക്ഷീരമേഖലയിലേക്കാണെങ്കിലും ഇറങ്ങാൻ മടിക്കുന്നവരോട് ചേട്ടന് നൽകാനുള്ള 2 നിർദ്ദേശങ്ങൾ എന്താണ്? അത് പുതിയ തലമുറ, നമുക്കറിയാം ഇന്ന് പണ്ട് വയനാട് ജില്ലയിൽ എല്ലാ വീട്ടിലും പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് നാമമാത്രമായി. അതായത് ഇപ്പോൾ ഒരു 100 വീട് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് 10-12 വീട്ടിൽ മാത്രമേ പശുക്കളുള്ളൂ. ഈ മേഖലയെല്ലാം പരാജയപ്പെട്ട് അവരുടെ കഠിനാധ്വാനങ്ങൾ കൊണ്ടാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ മക്കളായിട്ട് വരുമ്പോൾ ആ മേഖല അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇപ്പോഴുള്ള മക്കൾക്ക് എന്താ സ്ഥിതി? അവർക്ക് എക്സിക്യൂട്ടീവ് ലുക്ക് പോകണം, നല്ല ഡ്രസ്സ് ധരിക്കണം, ബൈക്കിൽ സഞ്ചരിക്കണം, നല്ല ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അന്യ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം എന്നൊക്കെ ചിന്താഗതിയുണ്ട്. പക്ഷേ നമ്മൾ എന്താണോ ഏത് പ്രവൃത്തിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് ആ പ്രവൃത്തിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു രീതികളാണുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ ഇതിലേക്ക് വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മേഖല പരാജയമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടാണ്. ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അത് കൃത്യമായി ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ അത് വിജയത്തിലെത്തുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറകൾ ഇനി ഇതിലേക്ക് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൃഷി മേഖലയിൽ അടക്കം വളരെ കുറവാണ്. ഇതേപോലെ വിജയമായി പാത പിന്തുടർന്ന മക്കൾ വന്നാലായി, ഇല്ലെങ്കിൽ അതെല്ലാം നിന്നു പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് സന്തോഷം റേഡിയോ മാറ്റിലിയുടെ ക്ഷീര കർഷകർക്ക് വേണ്ടിയും ശ്രോതാക്കൾക്ക് വേണ്ടിയും ചേട്ടൻ്റെ ഒരു വിജയഗാഥ പറഞ്ഞു തന്നതിൽ. ഇനിയും പശുക്കളുടെ എണ്ണമൊക്കെ കൂട്ടി ഫാമുകൾ ഇനിയും തുടങ്ങാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും റേഡിയോ മാറ്റുലി ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. തളർന്നു പോകാവുന്ന സാഹചര്യത്തിലും അതിജീവനത്തിന്റെ കരുത്ത് കണ്ടെത്തിയ പുൽപ്പള്ളി കല്ലുവയൽ സ്വദേശി ഗോപിനാഥിനെയാണ് ഇന്നത്തെ ക്ഷീരവാണിയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. മനസ്സുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം. കൂട്ടിന് കുടുംബം കൂടിയുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. പുൽപ്പള്ളി കല്ലുവയലിലെ ഗോപിനാഥിന്റെ പശുഫാം നിശ്ചയദാർഢ്യത്തിന്റെ ഒരു വലിയ പാഠപുസ്തകം കൂടിയാണ്. ഇന്നത്തെ ക്ഷീരവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ക്ഷീരവാണി ക്ഷീരകർഷകർക്കായി റേഡിയോ മാറ്റുലി ഒരുക്കുന്ന പ്രത്യേക പരിപാടി ക്ഷീരവാണി.